നല്ല ലക്ക് കൊണ്ടുവരുമെന്നുള്ള ചില വസ്തുക്കൾ, അതായത് തിന്മയിൽ നിന്നും സംരക്ഷണം തരുന്ന ചില വസ്തുക്കൾ, അതിപ്പോൾ ചാംസും ചില ടാലിസ്മാനുകളും, ഇവയെല്ലാം തന്നെ ദൈവത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയും ആശ്രയവും മറ്റു വസ്തുക്കളിലേക്ക് തിരിച്ചു കളയും. നിങ്ങൾ ചില ട്രിപ്പുകളിലൊക്കെ പോയിട്ട് തിരിച്ച് നിങ്ങൾ ഭവനങ്ങളിലേക്ക് മടങ്ങി വരുമ്പം എന്താണ് ആ പറയുന്ന ആ സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കൊണ്ട് നിങ്ങളുടെ ഭവനത്തിൽ കൊണ്ട് വെക്കുക എന്നുള്ളത് വളരെ സൂക്ഷിച്ചു വേണം. ഉദാഹരണത്തിന് ചിലരുടെയൊക്കെ ഭവനങ്ങളിൽ കാണാവുന്നതാണ് ജാപ്പനീസ് ബെക്കണിംഗ് പൂച്ച, പിന്നെ ചില മന്ത്രവാദം, ആഫ്രിക്കയിലൊക്കെയുള്ള ചില മന്ത്രവാദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രൈബൽ മാസ്കുകൾ, പിന്നെ ബാലി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള ചില വിഗ്രഹങ്ങൾ, പിന്നെ പലരുടെയും ഭവനങ്ങളിൽ കാണുന്ന വിൻ ചൈംസ് അല്ലെങ്കിൽ മാജിക് ബെല്ലുകൾ. അത് ചൈനീസും അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് ആചാരം പ്രകാരം ഈ വിൻ ചൈംസ് എന്ന് ഉപയോഗിക്കുന്നത് തന്നെ അവർ പൈശാചിക സ്പിരിറ്റ്സ്, ആത്മാക്കളെ ഓടിച്ചു വിട്ട് അവിടെ പോസിറ്റീവായിട്ടുള്ള എനർജി കൊണ്ടുവരാനാണ്. പിന്നെ ചിലർ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് പോസ്റ്ററുകളും ചില വസ്ത്രങ്ങളും. പിന്നെ മീഡിയയിൽ തന്നെ നമ്മൾ കാണുന്ന പിശാചികളെയും ഹൊററിനെയും വയലൻസിനെയും ഒക്കെ തന്നെ ഗ്ലോറിഫൈ ചെയ്ത് ഉയർത്തിക്കാണിക്കുന്ന ചില പരിപാടികൾ. പിന്നെ സ്വർഗരതിയെ ഉയർത്തുന്ന ചില വസ്തുക്കളും ചില ഡ്രസ്സുകളും, ഹാലോവീൻ സംബന്ധിച്ചുള്ള വസ്തുക്കൾ, പിന്നെ മറ്റുള്ളവരോടുള്ള വെറുപ്പിനെ പ്രകടിപ്പിക്കുന്ന ചില ഡ്രസ്സുകൾ, ദേവന്മാരുടെയും ദേവിമാരുടെയും എല്ലാം പെയിൻറ്റിങ്ങുകളും, പിന്നെ ഈജിപ്ഷ്യൻ ദേവന്മാരുടെ ചില ഹീറോഗ്ലിഫിക്സും, ഇതെല്ലാം തന്നെ ചിലരുടെയൊക്കെ ഭവനങ്ങളിൽ കാണാം. നമ്മൾ ബൈബിളിൽ കാണുന്നതാണ്. ആഹാസ് രാജാവ്, യഹൂദയുടെ രാജാവായ ആഹാസ് രാജാവ് ദമാസ്കസിലോട്ട് പോയി അസീറിയൻ രാജാവായ തിഗ്ലാത്ത് പൈലസറിനെ കാണുവാൻ. എന്തിനാണ്? സിറിയയും ഇസ്രയേലിനും എതിരെ നിന്നുകൊണ്ട് ഇവനെ സഹായിക്കണം. പക്ഷേ അവൻ അവിടെ പോയപ്പോൾ ഒരു ജാതിക അൽത്താര കണ്ടു. എന്നിട്ട് അതിൻ്റെ ഡിസൈനൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു. തിരിച്ചു വന്നിട്ട് ആഹാസ് രാജാവ് ഊരിയ എന്ന പേരുള്ള പുരോഹിതനോട് പറഞ്ഞു, ആ ആലയത്തിന്, അവരുടെ ആലയത്തിലെ ആ അൽത്താരയ്ക്ക് പകരം ഈ അസീറിയൻ അൽത്താര എടുത്ത് സ്ഥാപിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ തന്നെ അവരവിടെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? വലിയ ഈവിൽ, വലിയ നാശവും വലിയ തകർച്ചയുമാണ് പിന്നെ ആ ഒരു സാമ്രാജ്യത്തിൽ സംഭവിച്ചത്. ഈ സദൃശവാക്യങ്ങൾ 3:5 പറയുന്നത് ശ്രദ്ധിക്കണം. നമ്മുടെ സ്വന്തം ബുദ്ധിയിലും കഴിവിലും ഊന്നാതെ കർത്താവിങ്കൽ പൂർണ്ണ ആശ്രയം വെക്കണം. അതുകൊണ്ട് കർത്താവിനെ മാത്രമേ ആശ്രയിക്കാവുള്ളൂ. കാണുക, നിസ്സാരമായ അലങ്കാരങ്ങളോ ആത്മീയ വാതിലുകളോ എന്ന സന്ദേശം നമ്മുടെ ചാനലിൽ.